ബാച്ച് കോഡിംഗ് മെഷീൻ ഓപ്പൺ ചെയ്യുകയാണ്. അതിൻ്റെ ഒരു എങ്ങനെയാണത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഉള്ള ഒരു വിവരണവും അതിനോടൊപ്പം ഉള്ളൊരു വീഡിയോ ആണ് ഇതിനോടൊപ്പം കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബോക്സിനകത്ത് പ്രധാനമായിട്ട് ഒരു കാറ്റലോഗ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ബോട്ടിൽ മറ്റ് പ്രിൻ്റ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ളൊരു ഗൈഡുണ്ട്, പ്രിൻ്റ് ഗൈഡുണ്ട്. ദെൻ ആ മെഷീനാണ്. അതിനുശേഷം അത് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പവർ അഡാപ്റ്റർ ഉണ്ട്. ദെൻ ഇതിനകത്ത് മെഷീൻ നമുക്ക് ടച്ച് ആണെങ്കിൽ നമുക്ക് തമ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു പെൻ വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ആ പെന്ന് ബാക്കപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു USB പെൻ ഡ്രൈവ് ഉണ്ട്. പിന്നെ ഒരു അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സ്പെയർസ് ഉണ്ട്. അതിൻ്റെ ഒരു പവർ സ്വിച്ച്, പിന്നെ ബാക്കിൽ യൂസ് ചെയ്യാവുന്ന ബെൽറ്റുകൾ, അങ്ങനെയുള്ള കുറേ സ്പെയറുകളും ഇതിൻ്റെ ഓടൊപ്പം ഉണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ ഒരു ഷീൽഡുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് അത് ഇളക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. ഇത് മെഷീൻ എങ്ങനെ ഓൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു പുഷ് ബട്ടൺ ഉണ്ട് റെഡ് കളറിൽ. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ഓണായി വരും. ഇങ്ങനെ ഒരു വെൽക്കം സ്ക്രീനൊക്കെ വന്നിട്ടുണ്ടാവും. അതിനകത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയ മെനു വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് എഡിറ്റല്ല യൂസ് ചെയ്യേണ്ടത്, പെന്നാണ്. പെന്നെടുത്തിട്ട് ആ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എഡിറ്റർ ഓപ്ഷൻ വരും. ഈ എഡിറ്റ് ഓപ്ഷനിൽ പ്രധാനമായിട്ട് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിഫാൾട്ട് ഇൻപുട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഒരു ഓപ്ഷൻ കിട്ടും. അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിനെ വീണ്ടും എഡിറ്റ് ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് ഒരു കീപാഡ് വരും. കീപാഡിൽ നമുക്ക് ആ ഇൻപുട്ട് എന്നുള്ളത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് എന്താണോ, അപ്പോൾ നമുക്ക് MRP ആണ് വേണ്ടതെങ്കിൽ MRP എന്നുള്ളത് MRP ആപ്പിൽ വെച്ചിട്ട് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് MRP സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഡബിൾ ഡോട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് അതിൻ്റെ പ്രൈസ് കൊടുക്കാം. ഒരു 400 രൂപയാണ് അല്ലെങ്കിൽ 500 രൂപയാണെങ്കിൽ 500 രൂപ സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് 2 ഡോട്ട് കൊടുക്കാം, 2 ഡെസിമൽസ് കൊടുക്കും. അപ്പോൾ ഇത് കുറച്ച് വലിപ്പമുണ്ട്. ഇത് ചെറുതാക്കുന്നതിന് വേണ്ടി നമുക്ക് 2-3 മെത്തേഡുണ്ട്. ഒന്ന് മുകളിൽ ആ സൈസ് കാണിച്ചിരിക്കുന്നത് 150 എന്ന് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ആക്ച്വൽ സൈസാണ്. അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ 55 സൈസ് കൊടുത്തപ്പോൾ ഏകദേശം MRPയുടെ വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. ഒരു മെത്തേഡ് അതാണ്. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ തന്നെ ഒരു A+ A- എന്ന് പറഞ്ഞ 2 ടൂളുണ്ട്. A+ അടിച്ച് കഴിഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സൈസ് വലുതാവും. A- ആണ് വേണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ ടെക്സ്റ്റ് ചെറുതായിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ആ ടെക്സ്റ്റിൽ പെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങോട്ടേക്കെങ്കിലും മാറ്റി വെക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നീക്കി വെക്കാൻ പറ്റും. ഇവിടെ കണ്ട ടൂളുകളിൽ പ്രധാനമായിട്ട് നമ്മൾ എഡിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ടെക്സ്റ്റ് ഇപ്പം MRP 500 എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്തത്. അപ്പോൾ അത് ഒരു ടെക്സ്റ്റ് കൂടെ അതിനു മുമ്പായിട്ട് ആ ഒരു MRP എന്നുള്ളതിൻ്റെ ഫോണ്ടുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനാണ് മുകളിൽ ആ സിംസൺ എന്ന് കാണുന്ന ഒരു ഫോണ്ട് നെയിമാണ്. ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫോണ്ട്സുകൾ ഷോ ചെയ്യും. അതിനകത്തുനിന്ന് ഇഷ്ടമുള്ള ഫോണ്ട് ചൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഫോണ്ട് ചൂസ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ അത് ബോൾഡ് ചെയ്യുക മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ ചിലത് നമുക്ക് ബോൾഡ് ചെയ്യണമെങ്കിൽ ബി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾഡ് ആവും, I പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റാലിക് ആവും, ദെൻ അണ്ടർലൈൻ വേണമെങ്കിൽ U പ്രസ് ചെയ്താൽ മതിയാവും. ഇനി ഈ പ്രിൻ്റ് ചെയ്ത ടെക്സ്റ്റിനെ വലുതാക്കുന്നതിനോ ചെറുതാക്കുന്നതിനോ വേണ്ടി ഒന്നുകിൽ നമ്മൾ മുകളിൽ കാണുന്ന ഇപ്പോൾ കണ്ടില്ല 72 എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് ടെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എത്ര സൈസ് വേണം എന്നുള്ളത്. ദെൻ ഓക്കെ ആ ഇൻറ്റു അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോവിന് വെളിയിൽ പോകും. അതിനുശേഷം അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു മാർഗ്ഗം യൂസ് ചെയ്യാവുന്നത് A+ ഓർ A- എന്ന് പറയുന്ന കോളത്തിൽ ആ ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യാൻ പറ്റും. അതിന് റൈറ്റ് സൈഡിലേക്ക് 2 ടൂളും കൂടി എക്സ്ട്രാ ഉണ്ട്. ഒരു ഇൻ്റർവെൽ എന്നുള്ളത് നമുക്ക് ഇപ്പം കൊടുത്ത ടെക്സ്റ്റിനെ സ്ട്രിങ്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതിനിടയ്ക്ക് ഗ്യാപ്പ് കൂട്ടുകയൊക്കെ ചെയ്യണം അതിൻ്റെ പർപ്പസ്. അതിനുശേഷം റൊട്ടേറ്റ് എന്നുള്ളൊരു ഉണ്ട്. നമുക്കതിനെ ഒരു സൈഡിലേക്ക് ചരിക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ റൈറ്റിലേക്കുള്ള ആരോ ലെഫ്റ്റിലേക്കുള്ള ആരോ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ ഡിലീറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ, സ്ട്രൈറ്റ് ചെയ്താൽ മതി. 0 ആണെങ്കിൽ സ്ട്രൈറ്റ് ആയിരിക്കും. ഡിലീറ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്ത് ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. ഓക്കെ, നമ്മൾ ചെയ്ത ടെക്സ്റ്റ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ മെയിൻ ടൂളിൻ്റെ പ്രധാനമായിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ചെയ്തത് ഒരു MRP എന്ന് പറയുന്ന ടെക്സ്റ്റാണ്. അതിനുശേഷം നമുക്ക് താഴേക്ക് അഡീഷണൽ ലൈൻസ് ആഡ് ചെയ്യണം. ഇപ്പോൾ പാക്കിംഗ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ബാച്ച് നമ്പറൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആ ബ്ലാങ്ക് ഏരിയയിൽ ജസ്റ്റ് പെൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അഡീഷണൽ മെനു വരും. ഇവിടെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ഇൻപുട്ട് ടെക്സ്റ്റ് വരുന്നു. അതിനെ എഡിറ്റ് ചെയ്യുന്നു. എഡിറ്റ് ചെയ്തതിന് ശേഷം വേണ്ട
കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, വേണ്ട അതിൻ്റെ ക്യാപ്ഷനൊക്കെ പ്രിൻ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കതിനെ ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ബാച്ച് നമ്പർ എന്ന് പറയുന്ന ഒരു ലൈനും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്കൊരു ടൈം പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ബ്ലാങ്ക് ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടൈം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ ടൈം വരും. അതിന് നമുക്ക് ടൈമും ഡേറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡേറ്റ് വന്നു. അതുപോലെ തന്നെ അതിനെ ബോൾഡ് ചെയ്യുകയോ അതിൻ്റെ ഫോണ്ട് മാറ്റുമൊക്കെ കാര്യങ്ങളൊക്കെ മുകളിൽ ചെയ്യാൻ പറ്റും. അടുത്ത ടൂള് പരിചയപ്പെടുത്തുന്നത് അത്യാവശ്യമുള്ള ടൂളുകൾ മാത്രമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ബാർകോഡ് എന്നുള്ള ടൂളാണ്. ബാർകോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു ബാർകോഡ് വരും. അതിൻ്റെ സൈസ് ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യാൻ പറ്റും. ഹൈറ്റ് വിഡ്ത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ശേഷം നമുക്കതിനെ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാർകോഡ് നമ്പർ സൈസ് ചെറുതാക്കാൻ. അപ്പോൾ ബാർകോഡ് നമ്പർ ഇപ്പോൾ എന്താണോ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ബാർകോഡ് അവിടെ ജനറേറ്റ് ആയിക്കോളും, ഓട്ടോ ജനറേറ്റ് ആയിക്കോളും. അതായിരിക്കും നമ്മുടെ എവിടെയാണോ പ്രിൻ്റ് ചെയ്യേണ്ട ലേബലിലേക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഈ ഒരു നമ്പറിന് കറസ്പോണ്ടിങ് ബാർകോഡ് അവിടെ ജനറേറ്റ് ആയി. ഓക്കെ, അത് നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടത്തേക്ക് മൂവ് ചെയ്ത് പ്ലേസ് ചെയ്യാം. സൈസ് ചെറുതാക്കണമെങ്കിൽ നമുക്ക് ചെറുതാക്കാൻ പറ്റും. അതിൻ്റെ സൈസ് കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാനുള്ള ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ QR കോഡ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം ആവശ്യമാണെങ്കിൽ. QR കോഡ് ക്ലിക്ക് ചെയ്യാം. QR കോഡ് അവിടേക്ക് വന്നു. അതിൻ്റെ വാല്യൂ നമുക്ക് എഡിറ്റ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ എഡിറ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ വാല്യൂ മാറ്റി എന്താണോ QR കോഡിൽ റീഡ് ചെയ്യേണ്ടത് ആ വാല്യൂ. ഓക്കെ, ആ ഒരു കൊടുത്ത വാല്യൂൻ്റെ കറസ്പോണ്ടിങ് QR കോഡാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കൊരു ഡിസൈൻ ചെയ്തതിന് ശേഷം നമുക്കതിന് വേണ്ടി ഒരു ഫയലായിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 ഓപ്ഷനാണല്ലോ. ഓപ്പൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫയൽ ഓപ്പൺ ചെയ്യാനുള്ളത്. സേവ് എന്ന് ഉദ്ദേശിക്കുന്നത് കറണ്ട് ആയിട്ടുള്ള ഫയൽ സേവ് ചെയ്യുക. സേവാസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിനെ ഒരു ബാക്കിലേക്ക് മീൻസ് ഒരു എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് കൂടെ ബാക്കപ്പ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ സേവ് ആണെങ്കിൽ ഈ ഡിവൈസിലേക്ക് കറണ്ട് ആയിട്ടുള്ള ഡിവൈസിലേക്ക് തന്നെയായിരിക്കും അത് സേവ് ആവുക. സേവ് ചെയ്ത് അപ്പോൾ നമ്മളൊരു ഫയൽ നെയിം കൊടുക്കണം. നമ്മളിപ്പോൾ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫയൽ നെയിം ജസ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ലോക്കലാണ് സേവ് ആകുന്നത്. ഇനി അത് നമുക്ക് ലോക്കൽ ഡിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് സേവിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ലോക്കലിൽ ഡിസ്കും കാണിക്കും. ഡിസ്ക് ഉദ്ദേശിക്കുന്നത് നമുക്ക് എക്സ്റ്റേണൽ ഡിവൈസാണ്. നമുക്ക് ഒരു പെൻഡ്രൈവാണ്. പെൻഡ്രൈവ് കണക്ട് ചെയ്തതിന് ശേഷം ഡിസ്ക് കൊടുത്താൽ ഈ ഒരു ഡിസൈൻ ആ ഡിസ്കിലേക്ക് സേവ് ആകും. ഇല്ല എങ്കിൽ കറണ്ടായിട്ട് ലോക്കലായിട്ടുള്ള ഡിവൈസിലേക്ക് തന്നെ സേവ് ആകും. വൺസ് നമ്മൾ സേവ് ചെയ്തതിന് ശേഷം ആ ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് പ്രിൻറ്റ് സെലക്ട് ചെയ്യാം. ബാക്ക് മെനുവിൽ പോയിട്ട് പ്രിൻറ്റ് സെലക്ട് ചെയ്തിട്ട് സെലക്ട് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫയൽസ് എല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യും. നമ്മൾ സേവ് ചെയ്തിട്ടുള്ള അതിലിപ്പോൾ ടെസ്റ്റാണ് നമ്മളിപ്പം ലാസ്റ്റ് ചെയ്തത്. അതെടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ഫയൽ അവിടെ ഓപ്പണായി. ശേഷം നമുക്ക് താഴെ പ്രിൻറ്റ് കൊടുത്ത് ചെയ്യാൻ പറ്റും. പ്രിൻറ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ കാറ്റഗറി ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മൾ ഡിവൈസ് എപ്പോഴും ഏത് ടൈമിലാണെങ്കിലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവൈസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ കാറ്റഗറി ലോഡ് ചെയ്യുകയോ കാറ്റഗറി അഴിച്ച് മാറ്റുകയോ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇത് നമുക്ക് ഈ സ്ക്രീൻ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ക്ലോസ് ചെയ്യാം. ഷട്ട് ഡൗൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഷട്ട് ഡൗൺ ദി സിസ്റ്റം എന്നുള്ളത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒരു മെസ്സേജ് വരും. പ്രസ് റൈറ്റ് സൈഡിൽ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് വരും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ഓഫ് ആകും. കാറ്റഗറി നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. കാറ്റഗറി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇതിനൊരു ബാക്ക് കവറുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ഹെഡ് ഭാഗം എയർ കയറാതെ ടൈറ്റായിട്ട് ഇരിക്കുന്ന ബാക്ക് കവറാണ്. അത് നമ്മൾ അരിക്കുന്നതിന് എൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരു ജസ്റ്റ് ഒരു ലോക്കുണ്ട്. അത് ജസ്റ്റ് ബാക്കിലേക്ക് ഒന്ന് ഉയർത്തിയാൽ മതി. ഉയർത്തിയിട്ട് സാവധാനം അത് ഊരി മാറ്റി വെക്കുക. ശേഷം നമ്മുടെ ഈ ഡിവൈസിനകത്ത് തന്നെ ഒരു ഗ്യാപ്പുണ്ട്. ജസ്റ്റ് കാണാം, ഒരു മിനിറ്റ്. ആ ഗ്യാപ്പിൽ ആ ഡിവൈസ് ഹെഡ് ഈ കാർട്രിഡ്ജിൻ്റെ ഹെഡ് അടിയിൽ വരുന്ന രീതിയിൽ ജസ്റ്റ് അകത്തേക്ക് കയറ്റി വെക്കുക. അകത്തേക്ക് കയറ്റി വെക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് ഹെഡ് വരണം. അപ്പം നമ്മൾ മാക്സിമം അത് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഹെഡിലൊന്നും പിന്നെ സ്ക്രാച്ചൊന്നും വീഴാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് പോലത്തെ ഒരു ഭാഗമാണ്. അതിനകത്തേക്കാണ് ഹെഡ് കയറി നിൽക്കുന്നത്. ശേഷം നമ്മുടെ ഈ ഇതിനകത്തൊരു ലോക്കുണ്ട്. ആ ലോക്ക് കൃത്യമായി വീഴണം. ടൈറ്റ് ആണെങ്കിൽ ഹെഡ് കൃത്യമായിട്ട് അല്ല എന്നാണ് ലൈറ്റില്ല. ഹെഡ് കൃത്യമായിട്ടല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ കൃത്യമായിട്ട് വീണിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാർട്രിഡ്ജ് ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ മെഷീൻ വീണ്ടും ഓണാക്കുകയാണ്. ഇവിടെ ഇനി നമ്മൾ
നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഡിസൈൻ ആണെങ്കിൽ അവിടെ പ്രിൻറ്റ് ചൂസ് ചെയ്താൽ മാത്രം മതി. പ്രിൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ അവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് അതിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈനോ വേണ്ടെങ്കിൽ സെലക്ട് ഫയൽ ഉപയോഗിച്ചിട്ട് അവിടുന്ന് ഏതാണോ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ന്യൂ ഡിസൈൻ ആണ് എടുക്കുന്നതെങ്കിൽ ന്യൂ ഡിസൈൻ എടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസൈൻ ഇവിടെ സ്ക്രീനിൽ വന്നു. ശേഷം നമ്മൾ പ്രിൻറ്റ് ക്ലിക്ക് ചെയ്യാം. പ്രിൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിൻറ്റിംഗ് എന്നുള്ള ആ ഒരു റെഡ് കളറിലേക്ക് മാറും. ശേഷം ഡിവൈസിൻ്റെ അടിയിലായിട്ട് ഒരു റെഡ് ബട്ടൺ ഉണ്ട്. റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ പേപ്പറിലേക്ക് പ്രിൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് റെഡ് ബട്ടണിൽ പ്രസ് ചെയ്യാം. അപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് ഉണ്ടാവും. ഓക്കെ, അത് നേരെ പേപ്പറിലേക്ക് പ്രിൻ്റായി വരികയും ചെയ്യും. ഓക്കെ, ജസ്റ്റ് മൂവ് ചെയ്താൽ മാത്രം മതിയാവും. അതുപോലെ തന്നെ പോളിത്തീൻ കവറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പ്രിൻറ്റിംഗ് ഗൈഡ് ഓൾറെഡി ഇതിൻ്റെ കൂടെ ഉണ്ട്. അത് എവിടെയാണോ നമുക്ക് പ്രിൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ലെഫ്റ്റ് എൻഡിൽ മെഷീൻ വെച്ചതിന് ശേഷം റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അടുത്ത് ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പേപ്പർ ഗൈഡ് വഴി പ്രിൻറ്റ് ഗൈഡ് വഴിച്ചിട്ട് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ട ഏരിയ ജസ്റ്റ് ഇപ്പം ഇവിടെയാണെങ്കിൽ ഈ പൊസിഷനാണെങ്കിൽ ഗൈഡ് ആ ഒരു പൊസിഷനിൽ വെക്കുക. എന്നിട്ട് ഡിവൈസ് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ആ ചാനലിൽ ചേർത്ത് വെക്കുക. എടുക്കല്ലേ. എന്നിട്ട് ഹെഡ് പൊസിഷൻ എന്തായിരുന്നാലും ആ ഒരു ഗ്യാപ്പിൽ പറഞ്ഞാൽ ഒരു കട്ടിംഗ് പൊസിഷൻ ഉണ്ട്, അവിടെ ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് മൂവ് ചെയ്യാം. പ്രിൻറ്റിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം റിട്ടേൺ ചെയ്യുക. ശേഷം ഷട്ട് ഡൗൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് റൈറ്റ് സൈഡിലുള്ള റെഡ് ബട്ടൺ പ്രസ് ചെയ്യാം. ശേഷം നമ്മൾ കാർട്രിഡ്ജ് റിമൂവ് ചെയ്യുന്നതിന് ലോക്കൽ ജസ്റ്റ് ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ കാർട്രിഡ്ജ് അതൊക്കെ എടുത്തെടുക്കാവുന്നതാണ്. കാർട്രിഡ്ജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് എയർ കോണ്ടാക്റ്റിൽ വെക്കാൻ പാടില്ല. അതിൻ്റെ ആ ഒരു കാർട്രിഡ്ജിൻ്റെ ഒരു ലോക്കുണ്ട്, ഒരു ക്യാപ്പുണ്ട്. ആ ക്യാപ്പിലേക്ക് കടത്തി വെച്ചിട്ട് അത് ബാക്ക് സൈഡ് ലോക്ക് ചെയ്യണം ഉറപ്പായിട്ട്.